അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കയറലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച. കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച സ്യൂട്ട് ഹർജി ഉടൻ പരിഗണിക്കണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിനു മുൻപാകെ കേരളത്തിനു വേണ്ടി ഹാജരായ കപിൽ സിബലാണ് ആവശ്യം ഉന്നയിച്ചത്. ആവശ്യം പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഓണത്തിന് ശേഷം സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി രൂക്ഷമാകുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് കേരളം സുപ്രീം കോടതിയിൽ ഹർജി ഉടൻ പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. CPM-ൽ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുവെന്നും ഇവർ കുറ്റവാളികൾക്ക് കുടപിടിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ആരോപണ വിധേയരായ ആളുകളെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. മലയാള സിനിമ നാണക്കേടിലേക്ക് പോകുന്നതിന് ഉത്തരവാദി CPM നയിക്കുന്ന സംസ്ഥാന സർക്കാരിനാണെന്നും സതീശൻ പറഞ്ഞു. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ പോലീസിലെ ഒരു വിഭാഗത്തെ ക്രിമിനൽ വൽക്കരിക്കുന്നുവെന്ന് PV അൻവർ MLA. സർക്കാരിനൊപ്പം നിന്ന് അദ്ദേഹം സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നുവെന്നും MLA ആരോപണം ഉന്നയിച്ചു. ഈ സർക്കാരിനും പാർട്ടിക്കും എതിരെയുണ്ടാകുന്ന കള്ള ആരോപണങ്ങളിൽ ഇദ്ദേഹം ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവസാനിക്കുമായിരുന്നുവെന്നും സർക്കാരിന്റെ ആളാണെന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നായയാണ് അദ്ദേഹമെന്നും അൻവർ ആരോപിച്ചു. തന്നെ വിശ്വസിപ്പിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ച അതേ സർക്കാരിനെ തകർക്കാൻ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്നതിൽ റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് വാങ്ങിയ വ്യക്തിയാണ് അദ്ദേഹമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. മലപ്പുറം SP S ശശിധരന്റെ ക്യാമ്പ് ഓഫീസിനു മുന്നിൽ അസാധാരണ സമരവുമായി PV അൻവർ MLA. SP ഓഫീസിലെ മരങ്ങൾ മുറിച്ചു കടത്തിയത് കോടതിയുടെ നിരീക്ഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചാണ് PV അൻവർ MLA കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ വസതിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയെന്ന PV അൻവറിന്റെ വാദങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. മരം മുറിച്ചു മാറ്റിയിട്ടില്ലെന്നും അപകട ഭീഷണി ഉയർത്തിയ ചില മരങ്ങളുടെ ശിഖരങ്ങൾ മാത്രമാണ് 2.5 വർഷം മുൻപ് മുറിച്ചു മാറ്റിയതെന്നുമാണ് പോലീസ് രേഖകളിലുള്ളത്. അന്ന് ഇന്നത്തെ SP S ശശിധരനായിരുന്നില്ല, മലപ്പുറം SP എന്നും രേഖകളിൽ ഉണ്ട്. മലപ്പുറം SP S ശശിധരനെതിരായ PV അൻവർ MLAയുടെ പ്രതിഷേധത്തിൽ CPM-ന് കടുത്ത അതൃപ്തിയെന്ന് റിപ്പോർട്ട്. CPM ജില്ലാ സെക്രട്ടറി അൻവറിനെ വിളിച്ചുവരുത്തി വിശദീകരണം തേടിയെന്നും റിപ്പോർട്ടുകൾ. അൻവറിന്റെ പ്രതിഷേധം പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയെന്നാണ് CPM ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നത്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാതിരുന്ന ദുരിതബാധിതർക്ക് സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ലെന്ന് പരാതി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബന്ധുവീടുകളിലേക്ക് മാറിയവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വിവിധ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്ടിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. കേരള ഷോളയാർ ഡാമിലെ ജലനിരപ്പ് 2662.90 അടിയായ സാഹചര്യത്തിൽ ഡാമിലെ ഒരു ഷട്ടർ തുറന്നു. 11 മണിയോടെയാണ് ഡാം തുറന്ന് ജലം പെരിങ്ങൽകുത്ത് റിസർവോയറിലേക്ക് ഒഴുകി തുടങ്ങിയത്. ചാലക്കുടി പുഴയിൽ പരമാവധി 1.50 മീറ്റർ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള നടപടിയാണ് പ്രധാന വിഷയമെന്നും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വഴിമാറിപ്പോകരുതെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാന പേജ് എവിടെയെന്നും വലിയ ആളുകളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ചെന്നിത്തല ആരോപിച്ചു. സംസ്ഥാനത്ത് പോക്സോ ഇരകളുടെ പുനരധിവാസത്തിന് സർക്കാർ നൽകേണ്ട ധനസഹായ വിതരണം പ്രതിസന്ധിയിൽ. ലീഗൽ സർവീസസ് അതോറിറ്റി വഴി ലഭ്യമാക്കേണ്ട തുകയ്ക്കായി 2 വർഷമായി കാത്തിരിക്കുന്നവർ വരെ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. സർക്കാരിന് കാശ് കിട്ടുന്ന മുറയ്ക്ക് കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയവർക്ക് കിട്ടിയ മറുപടി. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകി സഹകരണ വകുപ്പ്. അർജുന്റെ ഭാര്യ കെ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക്, കാഷ്യർ തസ്തികയിലാണ് നിയമനം നൽകുന്നത്. ഇതു സംബന്ധിച്ച ഉത്തരവ് സഹകരണ വകുപ്പ് പുറത്തിറക്കിയതായി മന്ത്രി വി എൻ വാസവൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഹരിപ്പാട് സർക്കാർ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയിൽ ഗുരുതര വീഴ്ച വരുത്തിയ വനിതാ ഡോക്ടർ ജെയിൻ ജേക്കബിനെതിരെ പോലീസ് കേസെടുത്തു. ആലപ്പുഴ പെണ്ണൂക്കര സ്വദേശിനിയായ 28-കാരിയുടെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് ഗുരുതര വീഴ്ചയുണ്ടായത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിനുള്ളിൽ പഞ്ഞിയും തുണിയും വെച്ച് തുന്നിക്കെട്ടുകയായിരുന്നു. ഇതോടെ വയറിനുള്ളിൽ രക്തം കട്ടപിടിച്ചു. രണ്ടാമത് ശസ്ത്രക്രിയ നടത്തിയാണ് പഞ്ഞിക്കെട്ടും തുണിയും യുവതിയുടെ വയറ്റിൽ നിന്നും പുറത്തെടുത്തത്. മലമ്പുഴ ഉദ്യാനത്തിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളികളെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധം. മലമ്പുഴ ഉദ്യാന കവാടത്തിന് മുന്നിലാണ് സ്ത്രീ തൊഴിലാളികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. സമരം തുടർന്ന് സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 2 ദിവസം മുൻപാണ് 60 കഴിഞ്ഞ താൽക്കാലിക ശുചീകരണ തൊഴിലാളികളെ പിരിച്ചുവിട്ടതായി മലമ്പുഴ ഇറിഗേഷൻ അധികൃതർ നോട്ടീസ് പതിച്ചത്. സിനിമാ സംഘടനയായ ഫെഫ്കയിൽ നിന്നും സംവിധായകൻ ആഷിഖ് അബു രാജിവെച്ചു. നിലപാടിന്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ഫെഫ്ക പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നുവെന്ന് ആഷിഖ് അബു വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എം മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആനി രാജയുടെ നിലപാട് തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളത്തിലെ വിഷയങ്ങളിൽ നിലപാട് പറയേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്ന് അദ്ദേഹം പറഞ്ഞു. CPI തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. CPIയെയും CPMനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കേണ്ടെന്നും ഇനിയൊരു പുതിയ നിലപാട് CPIക്ക് വ്യക്തമാക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എം മുകേഷ് MLA രാജിവെക്കേണ്ടെന്ന CPM നേതാക്കളുടെ വാദം തള്ളി ബൃന്ദ കാരാട്ട്. കോൺഗ്രസ് MLAമാർ രാജിവെച്ചില്ലെന്ന EP ജയരാജൻ അടക്കമുള്ളവരുടെ നിലപാടിനാണ് വിമർശനം. നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തുവെന്ന വിധത്തിലുള്ള നിലപാട് അല്ല വിഷയത്തിൽ കൈക്കൊള്ളേണ്ടതെന്നും ബൃന്ദ കാരാട്ട് വ്യക്തമാക്കി. രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നതിനിടെ എം മുകേഷ് MLA തിരുവനന്തപുരം കുമാരപുരത്തെ വീട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് മടങ്ങി. MLA ബോർഡ് ഒഴിവാക്കിയ കാറിൽ മാധ്യമങ്ങളെ കാണാതെ പോലീസ് സുരക്ഷയിലാണ് രാവിലെ 7:30യോടെ MLA യാത്ര തിരിച്ചത്. നടൻ ജയസൂര്യയ്ക്കെതിരെ വീണ്ടും ലൈംഗികാതിക്രമത്തിന് പോലീസ് കേസെടുത്തു. വർഷങ്ങൾക്ക് മുൻപ് തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് മറ്റൊരു നടിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും. മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്ന് കൈപ്പേറിയ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നതുകൊണ്ടാണ് സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നതെന്ന വെളിപ്പെടുത്തലുമായി വൈശാലി, ഞാൻ ഗന്ധർവൻ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനം കവർന്ന നടി സുപർണ ആനന്ദ്. സ്ത്രീത്വത്തെ അപമാനിച്ച മുകേഷ് MLA സ്ഥാനം ഒഴിയണമെന്നും തെറ്റാണെന്ന് പറയാനുള്ള ആർജവം മമ്മൂട്ടിക്കും മോഹൻലാലിനും ഉണ്ടാകണമെന്നും സുപർണ ആനന്ദ് വ്യക്തമാക്കി. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ പരിശോധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുൻ MLA ജോസഫ് M പുതുശ്ശേരി പരാതി നൽകി. എന്നാൽ ജോസഫ് M പുതുശ്ശേരിയുടെ പരാതി സ്വീകരിക്കാതെ പോലീസ് മടക്കി. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന വയനാടിനായി യേശുദാസ് ആലപിച്ച സാന്ത്വന ഗീതം പങ്കുവച്ച് മോഹൻലാൽ. കേരളമേ പോരൂ എന്ന ഗാനം തയ്യാറാക്കിയിരിക്കുന്നത് കേരള മീഡിയ അക്കാദമിയും സ്വരലയയും ചേർന്നാണ്. വയനാടിന്റെ നൊമ്പരവും പുനർനിർമ്മാണത്തിന്റെ പ്രതീക്ഷയും ഉൾച്ചേർന്ന ഗാനമാണിത്. രമേശ് നാരായണന്റെ സംഗീതത്തിൽ റഫീഖ് അഹമ്മദാണ് ഈ ഗാനം രചിച്ചത്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. കടൽ സമ്പത്ത് പൂർണ്ണമായും നശിപ്പിക്കുന്ന നിരോധിത വലകൾ ഉപയോഗിച്ചുള്ള പെയർ ട്രോളിംഗ് മത്സ്യബന്ധനം തടയുക, രാത്രിയിൽ പ്രത്യേക ലൈറ്റ് ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയുക, മണ്ണെണ്ണ സബ്സിഡി പുനഃസ്ഥാപിക്കുക, വർദ്ധിപ്പിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയും ലൈസൻസ് ഫീസും പിൻവലിക്കുക, കടലിലും കരയിലും മറൈൻ എൻഫോഴ്സ്മെന്റും തീരദേശ പോലീസും പരിശോധന ശക്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ കളക്ടറേറ്റിലേക്ക് മാർച്ച് ചെയ്തത്. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണൻ ജില്ലയിലെ ഗുഡ്ലവല്ലേരു എഞ്ചിനീയറിംഗ് കോളേജിൽ വനിതാ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ നിന്നും ഒളിക്യാമറ കണ്ടെത്തി. ഒളിക്യാമറ ഉപയോഗിച്ച് വിദ്യാർത്ഥിനികളുടെ ദൃശ്യം രഹസ്യമായി റെക്കോർഡ് ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ കോളേജിലെ അവസാന വർഷ ബിടെക് വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു. പണം വാങ്ങി ഈ വിദ്യാർത്ഥി ദൃശ്യങ്ങൾ വിതരണം ചെയ്തെന്നും പോലീസ് പറഞ്ഞു. സ്വവർഗാനുരാഗികൾക്ക് ജോയിന്റ് ബാങ്ക് അക്കൌണ്ട് തുടങ്ങുന്നതിന് നിയന്ത്രണമില്ലെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ബന്ധമുള്ള വ്യക്തിയെ നോമിനിയാക്കാനും വിലക്കില്ല. കഴിഞ്ഞ ദിവസമാണ് മന്ത്രാലയം ഇതു സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത്. ജാർഖണ്ഡിൽ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ജെഎംഎം നേതാവുമായ ചമ്പായ് സോറൻ ഇന്ന് ബിജെപിയിൽ ചേരും. റാഞ്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ ബിജെപി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ചമ്പായ് സോറൻ പാർട്ടി അംഗത്വം എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചമ്പായ് സോറൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നരേന്ദ്രമോദിയെ വിശ്വസിക്കാൻ തീരുമാനിച്ചു എന്നാണ് സോറൻ ബിജെപി പ്രവേശനത്തെക്കുറിച്ച് പറയുന്നത്. ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ കൌൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ച് പാകിസ്ഥാൻ. യോഗത്തിൽ പങ്കെടുക്കാൻ രാഷ്ട്രത്തലവന്മാർക്ക് കത്തയച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണം അയച്ചുവെന്ന് വിദേശകാര്യ വക്താവ് മുംതാസ് സഹ്റ ബലോച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.